the method of constructing an orthogonal matrix P. Orthogonal means P into P transpose equal to identity matrix ആയിരിക്കും. എവിടെ നിന്ന് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഫ്രം എ ഗിവൺ സിമെട്രിക് മെട്രിക്സ് എ, ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടാവും, അത് സിമെട്രിക് ആയിരിക്കും. മാത്രമല്ല അതിൻ്റെ ഐഗൺ വാല്യൂസൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു ഗിവൺ സിമെട്രിക് മെട്രിക്സ് എ ഉണ്ട്, അതിൻ്റെ ഐഗൺ വാല്യൂസൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ആ മെട്രിക്സിൽ നിന്ന് നമുക്കൊരു ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ആ ഓർത്തോഗണൽ മെട്രിക്സിന് നമ്മൾ പി എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഇതിന് ആദ്യം ചെയ്യേണ്ടത്, സ്റ്റെപ്പ് 1 ആയിട്ട് ചെയ്യേണ്ടത്, ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. ലാംഡയുടെ ഇക്വേഷൻ സാധാരണ ഉണ്ടാക്കുമല്ലോ, അതിന് എ മാത്രം അറിഞ്ഞാൽ മതി. എ അറിയെങ്കിൽ എ മൈനസ് ലാംഡ ഐ എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് ഉണ്ടാക്കാം. ജസ്റ്റ് മെയിൻ ഡയഗണലിൽ നിന്നൊക്കെ സബ്ട്രാക്ട് ചെയ്താൽ മതി ലാംഡ. എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുക. അപ്പോൾ അത് ലാംഡയിലുള്ളൊരു ഇക്വേഷനായിട്ട് മാറും. എന്നിട്ട് അത് സോൾവ് ചെയ്താൽ അതിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് കിട്ടും. അത് ലാംഡ 1, ലാംഡ 2, ലാംഡ 3 ആണ് വിചാരിച്ചോളൂ. ഇപ്പോൾ സാധാരണ പോലെ ലാംഡ ഈക്വൽ ലാംഡ 1 കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഐഗൺ വെക്ടർ K1 കണ്ടുപിടിക്കും. അതുപോലെ ലാംഡ ഈക്വൽ ലാംഡ 2 കൊടുത്തിട്ട് അതിൻ്റെ ഐഗൺ വെക്ടർ K2 കണ്ടുപിടിക്കും. അതുപോലെ ലാംഡ ഈക്വൽ ലാംഡ 3 കൊടുത്തിട്ട് അതിൻ്റെ ഐഗൺ വെക്ടർ K3 കണ്ടുപിടിക്കും. എന്നിട്ട് ഈ ഓരോ വെക്ടറും അത് യൂണിറ്റ് വെക്ടേഴ്സാക്കി മാറ്റുക. അതിനെ യൂണിറ്റ് വെക്ടർ ആക്കാൻ അതിനെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ 1 നോം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 നോം K1 ഇൻറ്റു K എന്ന് പറഞ്ഞ ആ കോളം വെക്ടറിനെ 1 നോം K1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുപോലെ K2 എന്ന് പറഞ്ഞ കോളം വെക്ടർ അതിൻ്റെ നോമിൻ്റെ റെസിപ്രോക്കലോട് മൾട്ടിപ്ലൈ. അതുപോലെ K3ന് അതിൻ്റെ നോമിൻ്റെ റെസിപ്രോക്കൽ, അതായത് 1 നോം K3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ പുതിയ 3 കോളം വെക്ടേഴ്സാണ് കിട്ടുന്നത്. ഈ 3 കോളം വെക്ടേഴ്സ് ഒരു കോളമായിട്ട് എഴുതിയിട്ട് പി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. പി എന്ന് പറഞ്ഞ മെട്രിക്സ് എങ്ങനെ എടുക്കണം? ഇത് 3 കോളം, അതായത് ഫസ്റ്റ് കോളം എന്തായിരിക്കും? 1 നോം K1 ഇൻറ്റു K എന്ന് പറഞ്ഞ കോളം വെക്ടർ. സെക്കൻഡ് കോളം എന്തായിരിക്കും? 1 നോം K2 ഇൻറ്റു K2 എന്ന് പറഞ്ഞ കോളം വെക്ടർ. അതുപോലെ ഇതിൻ്റെ പിൻ്റെ തേർഡ് കോളം എന്തെടുക്കണം? 1 നോം K3 ഇൻറ്റു K3 എടുക്കണം. അപ്പം നമുക്ക് കൺസ്ട്രക്ഷൻ പ്രൊസീജിയർ പൂർത്തിയാകുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. കൺസ്ട്രക്ട് ആൻ ഓർത്തോഗണൽ മാട്രിക്സ് ഫ്രം ദ ഗിവൺ സിമെട്രിക് മാട്രിക്സ് എ ഈക്വൽ ടു 0 -1 0 -1 -1 1 0 1 0. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ നേരത്തെ വർക്കൗട്ട് ചെയ്തതാണ്. നമ്മൾ നേരത്തെ ഇതിൻ്റെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിച്ചതാണ്. ലാംഡ 1 0 ആണ്, ലാംഡ 2 1 ആണ്, ലാംഡ 3 -2 ആണ്. കറസ്പോണ്ടിങ് ഐഗൺ വെക്ടേഴ്സ് 1 0 1, അതുപോലെ അടുത്തത് -1 1 1, മൂന്നാമത്തത് 1 2 1. ഈ പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്തതാണ്. അപ്പോൾ അത് തന്നെ കോപ്പി ചെയ്താൽ മതി. അത് തന്നെ നിങ്ങൾ ഒന്നുകൂടി നോക്കുക. അടുത്ത് ചെയ്യാനുള്ള ഇതൊക്കെ യൂണിറ്റ് ആക്കി മാറ്റാം. അതിനെന്ത് ചെയ്യണം? അതിൻ്റെ നോം കണ്ടിട്ട് അതോട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ K1ൻ്റെ നോം, K1 എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ടല്ലോ ഇവിടെ, അതിൻ്റെ നോം എന്ന് പറഞ്ഞാൽ നോം K1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ 1 സ്ക്വയർ കണ്ടിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. അതാണ് അതിൻ്റെ നോം. അത് റൂട്ട് 2. ഇതിൻ്റെ നോം എന്ന് പറഞ്ഞാൽ -1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അതിൻ്റെ റൂട്ട് എടുക്കുക. അപ്പോൾ എന്തായിരിക്കും? റൂട്ട് 3 ആയിരിക്കും. അപ്പോൾ അല്ലേ, റൂട്ട് 3 ആയിരിക്കും. അതാണ് റൂട്ട് 3. അതുകൊണ്ട് K2നെ ഡിവൈഡ് ചെയ്യാം, അല്ലേ അതിൻ്റെ റെസിപ്രോക്കലിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ 1 നോം K1 ഇൻറ്റു K1, 1 നോം K2 ഇൻറ്റു K2 ഉണ്ടാക്കി. അതുപോലെ തന്നെ K3 എന്ന് പറഞ്ഞാൽ എന്താ? 1 2 1. അതിൻ്റെ നോം എന്താ? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 6 ആയിരിക്കും. റൂട്ട് 6. അതുകൊണ്ട് 1/√6 കൊണ്ട് മൾട്ടിപ്ലൈ, അല്ല √6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക K3നെ. അതിൽ ഓരോ എലമെൻറ്റിനെയും അങ്ങനെ ചെയ്യുക. അപ്പോൾ 1 2 1 ആണ് K3 ഉണ്ട്. അപ്പോൾ 1/√6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/√6 2/√6 അങ്ങനെ കിട്ടും. ഇത് ഇങ്ങനെ കിട്ടിയത് യൂണിറ്റ് വെക്ടേഴ്സൊക്കെ കോളായിട്ട് എടുക്കുക. ഇത് ഫസ്റ്റ് കോളായിട്ട് എടുക്കുക, രണ്ടാമത്തെ സെക്കൻഡ് കോളായിട്ട് എടുക്കുക, മൂന്നാമത്തെ തേർഡ് കോളായിട്ട് എടുത്താൽ ഒരു മെട്രിക്സ് കിട്ടും. ഇതായിരിക്കും നമ്മുടെ ഓർത്തോഗണൽ മെട്രിക്സ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് അല്ലാതെ ഒരു തന്നിട്ടുള്ള സിമെട്രിക് മെട്രിക്സിന് സെയിം ഐഗൺ വാല്യൂസ് വന്നാൽ, ഒരേ ഐഗൺ വാല്യൂസ് വന്നാൽ എങ്ങനെയാണ് ഈ പറയുന്ന ഓർത്തോഗണൽ മെട്രിക്സ് ഫോം ചെയ്യുക? ആ മെത്തേഡാണ് ഇനി പറയാൻ പോകുന്നത്. ഗ്രാം സ്കിമിഡ് പ്രോസസ്സ് പറയും. ഗ്രാം സ്കിമിഡ് പ്രോസസ്സ്. അപ്പോൾ ഇതിൽ ഒരു പ്രോബ്ലത്തിലൂടെ നോക്കാം നമുക്ക്. കൺസ്ട്രക്ട് ആൻ ഓർത്തോഗണൽ മാട്രിക്സ് P ഫ്രം ദ ഗിവൺ സിമെട്രിക് മാട്രിക്സ് A ഈക്വൽ ടു 7 4 -4
4 മൈനസ് 8 മൈനസ് 1 മൈനസ് 4 മൈനസ് 1 മൈനസ് 8. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഐഗൺ വാല്യൂസ് കാണാം. അതിന് വേണ്ടിയിട്ട് എ മൈനസ് ലാംഡ ഐ ഫോം ചെയ്യാം. എ മൈനസ് ലാംഡ ഐ ഫോം ചെയ്യാൻ ഒരു പ്രശ്നമില്ല. ഇതാ മെയിൻ ഡയഗണലിൽ നിന്ന് മൈനസ് ലാംഡ ചെയ്താൽ മാത്രം മതി. കണ്ടോ? ഓക്കെ, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണണം നമുക്ക്. അപ്പോൾ ഡിറ്റർമിനൻ്റ് കാണാൻ വേണ്ടി ആദ്യം എളുപ്പത്തിന് നമ്മൾ എന്ത് വെച്ചാൽ ഈ R3 R2 ആഡ് ചെയ്യും. R3 R2 ആഡ് ചെയ്യുമ്പോൾ വെച്ചാൽ ഇവിടെ 0 ആക്കാൻ വേണ്ടിയിട്ടാണ്. -4 + 4 ഇവിടെ 0 ആവില്ല. R3 മാറ്റം വരിക. R3 R2 ആഡ് ചെയ്തിട്ട് R3 മാറ്റം വരുത്താം. ഇപ്പോൾ 0 ആവും. -8 മൈനസ് ലാംഡ പ്ലസ് -1 എന്നുള്ളത് -9 മൈനസ് ലാംഡയാവും. ഒരു ഇതും അങ്ങനെ തന്നെ -9 മൈനസ് ലാംഡയാവും. വേറെ ഈ തേർഡ് റോവിന് മാത്രം മാറ്റും. ഇനി നമുക്ക് ഫസ്റ്റ് കോളത്തിനനുസരിച്ചിട്ട് ഡിറ്റർമിനൻ്റ് കാണാം. അപ്പോൾ 0 ഉണ്ടല്ലോ, അതുകൊണ്ട് തേർഡ് പാർട്ട് 0 ആയി പോകുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ടേക്കിംഗ് ഡിറ്റർമിനൻ്റ് അലോങ് ഫസ്റ്റ് കോളം, ഡിറ്റർമിനൻ്റ് എ മൈനസ് ലാംഡ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 7 മൈനസ് ലാംഡ ഇൻറ്റു അത് നിൽക്കുന്ന റോയിങ് കോളം ഒഴിവാക്കി ബാക്കിയുടെ ഡിറ്റർമിനൻ്റ്. അടുത്ത മൈനസ് ചിഹ്നം വരും, -4 ഇൻറ്റു അത് നിൽക്കുന്ന റോയിങ് കോളം ഒഴിവാക്കി ബാക്കിയുള്ളതിന് ഡിറ്റർമിനൻ്റ്. പ്ലസ് ഇത് 0 ആണല്ലോ, 0. ഓക്കെ, അപ്പോൾ സിംപ്ലിഫിക്കേഷനാണ്. ഇതിൽ ഈ ഡിറ്റർമിനൻ്റിൽ ഈ റോയിൽ -9 മൈനസ് ലാംഡ പുറമെ എടുക്കാൻ പറ്റും. രണ്ടിലുണ്ടല്ലോ, കോമൺ ആയിട്ട് പുറമെ എടുത്താൽ 1 അവിടെ ഉണ്ട്. കുറച്ചൊരു സൗകര്യമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ പിന്നെ ഡയറക്റ്റ് കാൽക്കുലേഷൻ തന്നെ, സോറി ഇവിടെ അങ്ങനെ തന്നെ ഇത് പുറമെ എടുക്കാം. -9 മൈനസ് ലാംഡ പുറമെ എടുക്കാം, 4 പുറമെ എടുക്കാം ഇതിൽ നിന്ന്. അപ്പോൾ ഇതിൽ നിന്ന് 4 പുറമെ എടുത്താൽ 1 -1 ഉണ്ടാവും. ഇതിൽ -9 മൈനസ് ലാംഡ പുറമെ എടുത്താൽ 1 ഉണ്ടാവും. അങ്ങനെ ഇവിടെ -4 ഉണ്ടാവും. പിന്നെ ഒരു 4 പുറമെ എടുത്തു, പിന്നെ ഇത് കൊടുത്തു, -9 മൈനസ് ലാംഡ എടുത്തു. ബാക്കി വരുന്നത് 1 -1 1 ആണ്. ഓക്കെ, ഇനി 7 മൈനസ് ലാംഡ ആയാലും -9 മൈനസ് ലാംഡ ആയാലും ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം. ഇത് മൾട്ടിപ്ലൈ മൈനസ് ദിസ്, അപ്പോൾ അങ്ങനെ വരും. അതുപോലെ ഇവിടെ -16 ഇൻറ്റു -9 പ്ലസ് ഇത് 1 + 1 2 = 0 ആക്കി. ഓക്കെ, 2 × 16 -32 ഇൻറ്റു -9 മൈനസ് ലാംഡ ഇവിടെ വരും. ഇവിടെ ഇത് -7 മൈനസ് ലാംഡ വരും. ഇത്തരത്തിൽ വരും. ഓക്കെ, ഈ രണ്ട് ടേമിൽ നിന്നും -9 മൈനസ് ലാംഡ കോമൺ ആയിട്ട് എടുക്കാം. ബാക്കി ഇവിടെ വരിക 7 മൈനസ് ലാംഡ ഇൻറ്റു -7 + ലാംഡ. ഈ മൈനസ് പുറമെ എടുത്താൽ, ഈ ബ്രാക്കറ്റിൽ മൈനസ് പുറമെ എടുത്താൽ -7 + ലാംഡ -32 = 0 ആയി. അപ്പോൾ A - B A + B ആയി. അതിന് വേണ്ടിയിട്ടാണ് 7 മൈനസ് ലാംഡ ഇൻറ്റു 7 + ലാംഡ, ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ -A² - B² 7² - λ² -32 = 0. ഇവിടെ -9 പുറമേ ഉണ്ട്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് -49 -32 അതാണ് -81. പിന്നെ ഇത് + λ² = 0 ആയി. വീണ്ടും ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ ഒന്നുകിൽ ഇത് 0 ആവണം, അല്ലെങ്കിൽ ഇത് 0 ആണ്. അപ്പോൾ ഇത് 0 ആവുമെന്ന് പറഞ്ഞാൽ -9 മൈനസ് ലാംഡ 0, അല്ലെങ്കിൽ ഇത് λ² -81 0. അപ്പോൾ ദാറ്റ് ഈസ് ഇത് അപ്പോൾ λ = -9 വരും. ഇവിടുന്ന് λ² 81 ആവും അല്ലേ. λ² 81 ആവുക എന്ന് പറഞ്ഞാൽ λ √81 ± √81, അത് 9 -9 വരും. അപ്പോൾ ടോട്ടൽ പറഞ്ഞാൽ റിപ്പീറ്റേഷനാണ്, സെയിം വരുന്നുള്ളത്. -9 9 സെയിം ആണ്, വേറൊന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ മൂന്നും വ്യത്യസ്തങ്ങളല്ലാത്തൊരു കേസാണിത്. രണ്ടെണ്ണത്തിൽ സെയിം ആണ്. അപ്പോൾ ഈ കേസിലാണ് ഗ്രാം സ്ക്യൂഡ് പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ λ1 -9ഉം λ2 -9 തന്നെ എടുത്തു, രണ്ടും ഈക്വലാണ്. λ3 9 എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നിൻ്റെയും ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുക. λ1 -9 എടുത്തു, അതിൻ്റെ ഐഗൺ വെക്ടർ XY Z എന്ന് എടുത്തു, K1. സാധാരണ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുന്ന മെത്തേഡ് അറിയില്ല. A - λ1i × K1 = 0. അത് വെച്ചിട്ട് ഇവിടെ ഈ പ്രോസസ്സ് നമ്മളിങ്ങനെ എഴുതും. ഓക്കെ, ഇങ്ങനെയാക്കി മാറ്റും. ഓക്കെ, ഇങ്ങനെയാക്കി മാറ്റും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം നമുക്ക്. സിംപ്ലിഫൈ ചെയ്താൽ 16 4 - 4 4 1 -1 -4 -1 × XY Z = 0 0 0. ഈ രൂപത്തിൽ നമുക്ക് കിട്ടും. സിംപ്ലിഫിക്കേഷനിലൂടെ ഇത്തരത്തിലേക്ക് അത് മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പിന്നെ ഇതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എടുക്കണം. ഇത് നമുക്ക് 3 ഇക്വേഷൻ വരുമല്ലോ. അപ്പോൾ അത് മറ്റേ രീതിയിൽ സോൾവ് ചെയ്യാനൊന്നും പറ്റില്ല. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എടുക്കുക, ഇതുകൂടി ആഡ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഇവിടെ ലീഡിങ് 1 ഇവിടെ വരണം ഫസ്റ്റ്. വേറെ ഇതിൽ 1 ഒന്നും ഇല്ല, ഈ റോയിലൊന്നും 1 ഇല്ല ഫസ്റ്റ് ലീഡിങ്. അപ്പോൾ ഇത് തന്നെ ഇൻ്റർചേഞ്ച് ഒന്നും കാര്യമില്ല, ഇത് തന്നെ എടുക്കുക. എന്നിട്ട് 16 1 ആകണേ 1/60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1/16 റോ 1 അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്.
പിന്നെ നമുക്ക് അതിന് ചോട്ടിലുള്ള 2 സീറോക്കല്ല വേണ്ടത്. അപ്പോൾ ഇത് 4 സീറോ ആണ്. 4 മൈനസ് 4 ഉണ്ട് 1, അതായത് R2 മൈനസ് 4 ഉണ്ട് R1. ഇത് സീറോ ആണ്, അതിനോട് 4 ആഡ് ചെയ്യണം. അപ്പോൾ R3 പ്ലസ് 4 ഇൻറ്റു R1. ഈ 2 ഓപ്പറേഷൻ ഇവിടെ ചെയ്തു. ഇതിനിങ്ങനെയായിട്ട് മാറി. അപ്പോൾ ഇത് 2 റോസ് സീറോസ് എന്ന്. ഇനി വേറെ നോക്കാനില്ല. ബാക്കി ഇക്വേഷൻ എഴുതാം. എക്സ് പ്ലസ് 1/4 വൈ പ്ലസ് മൈനസ് 1/4 സെഡ് ഈക്വൽ ടു 0 എന്നായിരിക്കും. 2 സീറോ റോസ് വന്നു. അപ്പോൾ നമുക്ക് 2 ഫ്രീ വേരിയബിൾ ഉണ്ട്, വൈയും സെഡും. വൈ T1 സെഡ് T2 എടുത്തു. അപ്പോൾ ഇവിടെ അങ്ങനെ വൈ T1 സെഡ് T2 എടുത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് കിട്ടും. അപ്പോൾ എക്സ് 1/4 T2 മൈനസ് T1 ആയി അല്ലേ. അപ്പോൾ ഒരു T1 1ഉം T2 1ഉം കൊടുത്താൽ എക്സ് 0 ആവും, വൈ 1 ആവും, സെഡ് 1 ആവും. 3 0 ആവരുത്. അപ്പോൾ K1 കിട്ടി. അപ്പോൾ 0 1 1 കിട്ടി. ഓക്കെ. ഇനി λ2 -9 എടുക്കുമ്പോൾ സെയിം ആണ്, നേരത്തെ എടുത്ത് അതേപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് വേറൊരു ചാൻസ് ഉണ്ട്, വേറൊരു ചാൻസ് കൂടി ഉണ്ട്. ഇതേപോലെ നേരത്തെ പോലെ തന്നെ ചെയ്താൽ നമുക്ക് എക്സ് 1/4 T2 മൈനസ് T1ഉം വൈ T1ഉം സെഡ് T2 കിട്ടും. പക്ഷേ വേറൊരു ചാൻസ് ഇവിടെ ഉണ്ട്. നേരത്തെ നമ്മൾ T1 T2 1 എടുത്തിരുന്നു. ഇവിടെ നമ്മൾ T1 0 T2 4 എടുക്കുക സൗകര്യത്തിന്. എന്നാലും നമുക്ക് ഇവിടെ ഡിവൈഡ് ബൈ 4 ആവാൻ വേണ്ടി 4 മൈനസ് 0/4 1 ആവില്ല. അപ്പോൾ എക്സ് 1 ആവും, വൈ 0 ആവും, വൈ T1 ആണല്ലോ, സെഡ് 4 ആവും. അപ്പോൾ വേറെ ഒന്ന് കിട്ടി, 104 കിട്ടി. കാരണം ഇത് K1ഉം K2 ഇപ്പോൾ വ്യത്യസ്തങ്ങളാണ്. ഒന്നിൻ്റെ മൾട്ടിപ്പിൾ അല്ലത്. ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് വരില്ല ഒരിക്കലും. കാരണം ഇവിടെ 0 1 ആവില്ലല്ലോ ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്താൽ. ഇതിൻ്റെ മൾട്ടിപ്പിൾ ഇതും അങ്ങോട്ടും കൊണ്ട് ആവില്ല. അങ്ങനെയുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ. അപ്പോൾ K1ഉം K2 കിട്ടി. ഇപ്പം ഇവിടെ ഇത് മനസ്സിലാക്കേണ്ടത് K1 ഡോട്ട് K2 കണ്ടാൽ 0 × 1 പ്ലസ് 1 × 0 പ്ലസ് 1 × 4 അങ്ങനെയാണല്ലോ. അത് 4 ആയിരിക്കും, നോട്ട് ഈക്വൽ ടു 0 ആണ്. എന്ന് പറഞ്ഞാൽ K1ഉം K2 ഓർത്തോഗണലല്ല എന്ന് കിട്ടി. ഓക്കെ, ഓർത്തോഗണലല്ല. അപ്പം നമുക്ക് ഇതിനെ V1 എന്ന് ഈ കിട്ടിയിട്ടുള്ള K1നെ V1 എന്ന് പേരെടുക്കാം. ക്യാപിറ്റൽ V1 എന്ന് K1. ഇനി ഈ K1 ഉപയോഗിച്ചിട്ട് ഒരു V2 എന്ന് പറഞ്ഞാൽ വേറെ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. V2 ഉണ്ടാക്കാൻ പോവുകയാണ്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫോർമുല പഠിക്കണ്ടു. K2 മൈനസ് K2 ഡോട്ട് B1 ബൈ B1 ഡോട്ട് B1 ഇൻറ്റു B1. ഇങ്ങനെയാണ്. ഈ K2 ഡോട്ട് B1 ഒക്കെ ഇവിടെ ഉണ്ട്. B1 എന്ന് പറഞ്ഞാൽ K1 തന്നെയാണ്. അത് നമ്മൾ നേരത്തെ ചെയ്ത 4 തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ V1 ഡോട്ട് B1 എന്ന് പറഞ്ഞാൽ K1 ഡോട്ട് K1 ആണ് അല്ലേ. അതും നമുക്ക് കാണാൻ പറ്റും. K1 ഡോട്ട് K1 ആണ്. അതും നമുക്ക് കണ്ട് 2 ആണ്. അപ്പോൾ K2 നിന്ന് 104 ആണ് K2 മൈനസ് ഇത് ബൈ ഇത് 4/2 ഇൻറ്റു B1 എന്ന് പറഞ്ഞാൽ K1. ഇങ്ങനെ ഈ ഫോർമുലയാണ് പഠിക്കേണ്ടത്. ഇത് ഓർത്തോഗണൽ അല്ലാത്തതുകൊണ്ടാണ്. V1 എന്നുള്ളത് K1 V1 എടുക്കുക, V2 കണ്ടുപിടിക്കുകയാണ് K1 ഉപയോഗിച്ചിട്ട്, K1ഉം K2 ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇത്തരത്തിൽ. അപ്പോൾ എന്തായാലും അതിൻ്റെ ആൻസർ കിട്ടി 1 മൈനസ് 2 കിട്ടി V2. പക്ഷേ ഇപ്പം V1ഉം V2 തമ്മിൽ ഓർത്തോഗണലായിരിക്കും. V1 ഡോട്ട് V2 ചെയ്താൽ 0 ആയിരിക്കും. അപ്പോൾ K1ഉം K2 ഓർത്തോഗണലല്ലായിരുന്നു. അത് ഓർത്തോഗണലാക്കാൻ വേണ്ടി ചെറിയൊരു മാറ്റം വരുത്തിയാണ്. K1 V1 കൊടുത്തു, V2 എന്ന് പറഞ്ഞാൽ വേറൊന്ന് K1ഉം K2 ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. ഓക്കെ, ആണ് ഇവിടെ ചെയ്തത്. അപ്പോൾ ഒരേപോലെ ആവുന്ന കേസാണത് ശരിയാവത്ത്. ഒരേ സെയിം ഐഗൺ വാല്യൂസ് ഉള്ള കേസ് കിട്ടുന്ന K1ഉം K2 നമുക്ക് ഓർത്തോഗണൽ അല്ലാണ്ട് വന്നു അല്ലേ, ഓർത്തോഗണൽ അല്ലാണ്ട് വന്നു. അപ്പോൾ അതിന് ഓർത്തോഗണലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഐഗൺ വാല്യൂ λ3 = 9 എടുത്തു. അതിൻ്റെ K3 എന്നുള്ള XYZ എടുക്കുക. എന്നിട്ട് നമ്മളത് കണ്ടുപിടിക്കണം. K3 കണ്ടുപിടിക്കണം. K3 കണ്ടുപിടിക്കാൻ വേണ്ടി സാധാരണ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് A മൈനസ് λ3 × K3 0. അപ്പോൾ അത് പ്രകാരം എങ്ങനെ എഴുതി, എന്തായാലും ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ഉണ്ടാക്കി. ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ഉണ്ടാക്കിയപ്പോൾ ഇവിടെ 1 വന്നിട്ടില്ല. അപ്പോൾ -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 1 ആവും. അങ്ങനെ റോ 1നെ മൊത്തം -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ വരും. ഇനി ഇത് രണ്ടും 0 ആക്കുക. അതിനുള്ളതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 0 ആക്കി. ഇനി ഇനി ഒരു കാര്യമില്ല, ഇത് രണ്ടും ഒരേപോലെയാണ്. അപ്പോൾ R3 മൈനസ് R2 ചെയ്തു. ഈ റോ 3 എങ്ങനെയാണ് പറയുക, റോ 3 റോ 2 കുറച്ച് നോക്കി. അപ്പോൾ ഒരു 0 റോ വരും, ഒരു 0 റോ വരും. ഇനി നമുക്ക് എന്ന് ചെയ്യാന്ന് വെച്ചാൽ ഇത് വേണേൽ 1 ആക്കാം. -1/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് 1 ആക്കാം. അപ്പോൾ ഇതൊക്കെ 1 ആയിപ്പോൾ 1 1 0 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇക്വേഷൻ ഉണ്ടാക്കുക. x - 2y + 2z = 0. അടുത്തത് y + z = 0 ആയി.
മൂന്നാമത്തെ ഒരു 0 റോ ഉള്ളതുകൊണ്ട് ഒരു വേരിയബിൾ ഫ്രീ ആണ്. അപ്പോൾ സെറ്റ് ഈക്വൽ ടി എടുക്കും. സെറ്റ് ഈക്വൽ ടി എടുത്താൽ y മൈനസ് ടി, അത് രണ്ടും കൂടെ കൊടുത്താൽ എക്സ് കിട്ടും. അപ്പോൾ എക്സ് -14 കിട്ടും. ഓക്കെ, അപ്പോൾ ടിക്ക് ഒരു -1 അവിടെ എടുക്കുന്ന സൗകര്യത്തിന് -1 എടുത്താൽ x4, -1 എടുക്കാൻ t1 എടുത്താൽ എക്സ് നെഗറ്റീവ് വരുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല, ഏത് വേണം എടുക്കാം. -1 എടുത്താൽ x -4 -1 4 ആയി. y എന്ന് പറഞ്ഞാൽ -t ആണ്, -1 അപ്പോൾ y 1 ആയി. പിന്നെ z എന്ന് പറഞ്ഞാൽ t ആണ്, അപ്പോൾ z -1 ആയി. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ t1 എടുത്താൽ -4 -1 1 തരും, അത് കുഴപ്പമില്ല, ഏത് വേണേ ആവാം. അപ്പോൾ ടിക്ക് -1 എടുത്തു, 4 1 -1. ഇനി നമുക്ക് ഇവിടെ K3 പുതുതായിട്ട് വന്നതാണ്. V1 ഉം V2 നമുക്ക് ഓൾറെഡി ഉണ്ട്. ഈ V1 ഉം V2നോട് K3 ഡോട്ട് എടുത്ത് വെക്കുക, മൂന്നാമത് വന്ന് ഡോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ അത് 0 ആവുന്നുണ്ട്, അപ്പോൾ ഓർത്തോഗണൽ ആവുന്നുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് K3 മാറ്റമൊന്നും വരുത്തണ്ട. V3 എന്നുള്ളത് K3 തന്നെ എടുക്കുക. അപ്പോൾ V3 എന്നുള്ളത് K3 എടുത്തു. ലെറ്റ് V3 = K3. ഓക്കെ, അപ്പോൾ ഇത് മൂന്നെണ്ണവും V1 V2 V3യും പരസ്പരം ഓർത്തോഗണലാണ്, അല്ലേ? മ്യൂച്വലി ഓർത്തോഗണലാണ് എന്ന് കിട്ടി. അതിൽ V1 എന്ന് പറഞ്ഞാൽ K1 തന്നെയാണ്, V2 നമ്മൾ പുതുതായിട്ട് K1 ഉം K2 ഉപയോഗിച്ച് കണ്ടുപിടിച്ചതാണ്. പക്ഷേ K3 നമുക്ക് കിട്ടിയതാണ്, അതിൽ മാറ്റമൊന്നും വരുത്താനില്ല. അപ്പോൾ K3 എന്നുള്ളത് V3 എന്ന് എടുത്തു. അപ്പോൾ നമ്മൾ ഈ മൂന്നും തമ്മിൽ ഓർത്തോഗണലാണെന്ന് ഇപ്പോൾ മനസ്സിലായി. നേരത്തെ V1 ഡോട്ട് V2 0 എന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ V2 V1 വന്നപ്പോൾ ഇവ തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്ന് കിട്ടി. അതുകൊണ്ട് ഇത് നമ്മൾ V3 ആയിട്ട് എടുത്താൽ മതി, ഇനി മാറ്റമൊന്നും വരുന്നുണ്ട്, ഓർത്തോഗണലാണല്ലോ, V3 എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തോഗണൽ, നമുക്ക് ആവശ്യമുള്ള ഓർത്തോഗണൽ മെട്രിക്സ് ഉണ്ടാക്കാൻ V1 അതിൻ്റെ നോമോൺ ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് കോളത്തിടുക, V2 അതിൻ്റെ നോമോൺ ഡിവൈഡ് ചെയ്ത് സെക്കൻഡ് കോളത്തിടുക, V3 അതിൻ്റെ നോമോൺ ഡിവൈഡ് ചെയ്ത് തേർഡ് കോളത്തിടുക. ഇത്രയുള്ളൂ, അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് സെയിം ഐഗൺ വാല്യൂസ് വരുമ്പോൾ, ഒരു സിമെട്രിക് മെട്രിക്സിന് സെയിം ഐഗൺ വാല്യൂസ് വരുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം അതിൽ നിന്ന്. അതിനുവേണ്ടി ഗ്രാം സ്കിമിഡ് പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് ഗ്രാം സ്കിമിഡ് പ്രോസസ്സും പറയില്ല, ചിലപ്പം പറയും. എന്തായാലും അത് പ്രോബ്ലത്തിനനുസരിച്ചാണ്. എന്തായാലും നമ്മൾ ആദ്യം ഐഗൺ വാല്യൂസ് കാണും. ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഈ K1 K2 K3 എടുത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ വ്യത്യസ്തങ്ങളല്ല, ചിലത് ഈക്വൽ ആവുന്നുണ്ട് തമ്മിൽ. അപ്പോഴാണ് ഈ കേസ് ഒന്ന് പരിശോധിക്കേണ്ടത്. ഇതേപോലെ തന്നെ ഒരേ മെത്തേഡാണ്, പക്ഷേ അത് ഓർത്തോഗണൽ ആവാൻ വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ V2 കണ്ടുപിടിക്കുന്നത്, V1 K1 എടുത്ത് V2 കണ്ടുപിടിക്കുന്ന ഫോർമുല അത് പഠിക്കണം, ശരിയല്ലേ? അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.